വായിച്ചപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നൊരു വാക്കാണ്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. ഓ ലോഡ് എക്സാമിൻ മീ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വിൻഡിക്കേറ്റ് മീ, എന്നെ ഒന്ന് പരിശോധിക്കണമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എത്ര ധൈര്യത്തോടാണ് ദൈവത്തോട് പറയുന്നത്, യു ജസ്റ്റ് എക്സാമിൻ മീ, എന്നെ ഒന്ന് പരിശോധിക്കണമേ. ഇത് പറയാൻ കഴിയണമെങ്കിൽ രണ്ട് കാര്യത്തിൽ പ്രാഗൽഭ്യം വേണം. ഒന്ന്, ദൈവത്തോട് ഏത് അവസരത്തിലും എന്നെ ടെസ്റ്റ് ചെയ്യാൻ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും, മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരു നല്ല ഇൻറ്റിഗ്രിറ്റി ഉണ്ടെങ്കിൽ, ദൈവം മുമ്പാകെ നല്ലൊരു സാക്ഷ്യമുണ്ടെങ്കിൽ പ്രാഗൽഭ്യത്തോടെ ദൈവത്തോട് പറയാം, കർത്താവേ യു എക്സാമിൻ മീ, എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ദാവീദ് ഈ കാര്യം പറയാനായിട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു പശ്ചാത്തലമുണ്ട്. 2 ശമൂവേലിൻ്റെ പ്രവചന പുസ്തകം 24-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വലിയൊരു ക്ഷാമമുണ്ടായി, അല്ലെങ്കിൽ വ്യാധിയുണ്ടായി. ഇതിൻ്റെ കാരണം ശമൂവേലാണ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ ന്യായം വിധിക്കാനും അദ്ദേഹത്തിന് നേരെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദാവീദ് തന്നെ വിചാരിക്കുകയാണ്, കർത്താവേ ഈ വലിയൊരു ക്ഷാമത്തിൻ്റെയും ഈ ഒരു കലാമിറ്റിയുടെയും പിന്നിലുള്ള കാരണക്കാരൻ ഞാനാണോ? അത് ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവമേ നീ എന്നെ ഒന്ന് പരിശോധിക്കണമേ, ഞാൻ ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലുണ്ടായ ഒരു തെറ്റ്, ജീവിതത്തിലുണ്ടായ ഒരു പാപത്തിൻ്റെ അനുഭവം, അത് എന്നിൽ നിന്നാണ് പുറപ്പെട്ടതെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഓ ലോർഡ് സെർച്ച് മീ, എന്നെ ഒന്ന് പരിശോധിക്കണമേ, ഹല്ലേലൂയ, എന്നെ ഒന്ന് വിൻഡിക്കേറ്റ്, എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് പറഞ്ഞ് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാത്രിയിലും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെയും ഒരു ചോദ്യം ഇതായിരിക്കട്ടെ. ഈ ആണ്ടിൻ്റെ അവസാന സഭായോഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവേ നീ എന്നെ ഒന്ന് പരിശോധിക്കണം, യു ജസ്റ്റ് എക്സാമിൻ മീ. പ്രൈസ് ദി ലോർഡ്. ഞാനെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഞാനെല്ലാം തികവുള്ളവനായിരുന്നു, ഞാനെല്ലാം നന്നായി ചെയ്തു എന്നല്ല ഈ ആണ്ടിൻ്റെ അവസാന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടത്. കർത്താവേ എന്നിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നിൽ പ്രയാസങ്ങൾ, എന്നിൽ ദൈവത്തിന് ഹിതമില്ലാത്തത് ഉണ്ടായിട്ടുണ്ട്. ദാവീദും അത് തന്നെയാണ് പറയുന്നത്. സകല മനുഷ്യരും പറയുന്നു നീയാണ് കുറ്റക്കാരനെന്ന്. അപ്പോൾ ദാവീദ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല. ദാവീദ് ദൈവസന്നിധിയിൽ പറയുകയാണ്, കർത്താവേ നീ എന്നെ ഒന്ന് പരിശോധിക്കണമേ, നീ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. ജനങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും കർത്താവേ നീ എന്നെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ, നീ എന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ എന്നിലെ കുറവുകളുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ സങ്കീർത്തനത്തിൽ 3 ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് ദി എക്സാമിൻഡ് ലൈഫ്. എപ്പോഴും പരിശോധനയ്ക്ക് എന്ത് ചെയ്യണം? വിധേയപ്പെടുന്ന ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. നമ്മളിലെ കുറവുകൾ എപ്പോഴും പരിശോധിക്കപ്പെടാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് ഇത് പറയുന്നത് തൻ്റെ ഒരു അഹങ്കാരം കൊണ്ടല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ വളരെ ഡീസൻ്റായിട്ട് നടക്കുകയായിരുന്നു, എനിക്ക് ന്യായം പാലിച്ചു തരണം, ഞാൻ നിഷ്കളങ്കയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം എ അരഗൻറ്റ് person, but rather it is coming from a voice, coming from a person is allowing himself to examine himself. ദൈവം മുമ്പാകെ തന്നെ ഒന്ന് പരിശോധിക്കാനായി ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദാവീദിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രാത്രികാലം ഹല്ലേലൂയ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ വാസ്തവമായി ഇതെൻ്റെ ജീവിതത്തിലെ കുറവാണ് എന്ന് തിരിച്ചറിയാനും അത് പരിശോധിക്കാനും നമ്മുടെ ഹൃദയം തയ്യാറാകണം.
പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവത്തോട് ദാവീദ് പറയുകയാണ്, നീ എന്നെ ഒന്ന് പരിശോധിച്ചിട്ട് എനിക്ക് നിന്നിൽ നിന്നാണ് ഒരു ന്യായം വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ എനിക്കൊരു ക്ലീൻ ചിറ്റ് തരുന്നതല്ല എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാവരും ആ നല്ലവനായിരുന്നു എന്ന് പറയുന്നത് അതിനകത്തല്ല എനിക്കാഗ്രഹം. ദൈവം മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നത്, ഹല്ലേലൂയ, നീ ഒരു വിശ്വസ്തനായിരുന്നു, നീ ഒരു നീതിമാനായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നെ നോക്കി സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം മുമ്പാകെ നാം ഒന്ന് പരിശോധിപ്പിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പരിശോധിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ ജീവിത അനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമിൻഡ് ലൈഫ്. എപ്പോഴും പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ പരിശോധിക്കപ്പെടാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. രണ്ടാമത്തെ ജീവിത അനുഭവം ഈ സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇറ്റ് ഈസ് എ സറണ്ടേർഡ് ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഇറ്റ് ഈസ് എൻ എക്സാമിൻഡ് ലൈഫ് ആണെങ്കിൽ രണ്ടാമത്തത് ആണ് സറണ്ടേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവം മുമ്പാകെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം. 26-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും, നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഐ കീപ് എ സ്റ്റാൻഡേർഡ്, നോട്ട് മൈ സ്റ്റാൻഡേർഡ് ബട്ട് യുവർ സ്റ്റാൻഡേർഡ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ the way we live, it's not according to my standard but according to his standard. അവൻ്റെ ഹല്ലേലൂയ സത്യത്തിൽ, അവൻ്റെ സ്റ്റാൻഡേർഡിൽ നടക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സത്യത്തിൽ, ദൈവം നമുക്ക് കാണിച്ചു തന്ന സത്യത്തിൽ നടക്കുവാൻ ഹല്ലേലൂയ ആ ദൈവം നമ്മെ ഈ നാളുകളിൽ ശക്തീകരിക്കട്ടെ. ഇറ്റ് ഈസ് ദ ട്രൂത്ത്. ഹല്ലേലൂയ. ഇറ്റ് ലൈസ് ഇൻ ദ ലൈറ്റ്, ഇൻ ദ ഗോഡ്സ് ട്രൂത്ത്. ദൈവത്തിൻ്റെ സത്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ വെച്ചിട്ടുള്ള നിയമത്തിൽ, അവൻ വെച്ചിട്ടുള്ള പ്രമാണത്തിൽ, അവൻ്റെ ആലോചനയിൽ നമ്മൾ നടക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സറണ്ടേർഡ് ലൈഫ് മീൻസ് എ ലൈഫ് ദാറ്റ് ലീഡ്സ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ദൈവത്തിൻ്റെ സത്യം അനുസരിച്ച് അവൻ്റെ സത്യത്തിൽ നടക്കുന്നു. സമർപ്പിക്കപ്പെട്ടത്, സറണ്ടേർഡ് ലൈഫ്, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു തലമാണ് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വൃദ്ധന്മാരോടുകൂടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇരുന്നിട്ടില്ല, പിന്നെന്താ, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ദ സറണ്ടേർഡ് ലൈഫ് ഓൾസോ സിംബോളൈസസ് എ ലൈഫ് ഓഫ് സെപ്പറേഷൻ. ഒരു വേർപാടിൻ്റെ ജീവിതം. ദൈവം മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടുവെങ്കിൽ, ദൈവത്തിന് നമ്മളെ ദൈവം മുമ്പാകെ നാം ഏൽപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, ദാറ്റ് ഓൾസോ നീഡ് എ ക്ലിയർ കട്ട് സെപ്പറേഷൻ. ജീവിതത്തിൽ വേർപാടിൻ്റെ അനുഭവങ്ങൾ കാണാൻ കഴിയണം. പലപ്പോഴും ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ലോകമയത്വം നമ്മളിൽ കയറി വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നു. വി ആർ മിസ്ലീഡിങ് അവർ സെൽഫ് ഫ്രം ദ സറണ്ടേർഡ് ലൈഫ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് ലോകത്തിൻ്റെ അനുഭവങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ആർ മിസ്ഗൈഡിങ് അവർ സെൽഫ്. വി ആർ ലീഡിങ് അവേ ഫ്രം ദ സെപ്പറേറ്റഡ് ലൈഫ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ വേർപാട് അനുഷ്ഠിക്കുന്ന അനുഭവത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ വരുന്ന വലിയൊരു ചലഞ്ചാണ്, നമ്മുടെ തലമുറകളിലും നമ്മളിലൊക്കെ ആഞ്ഞടിക്കുന്ന ഒരു വലിയ ചലഞ്ചാണ് ടു കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്. ഈ ലോകവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായി, ടു കോംപ്രമൈസ് വിത്ത് ദിസ് വേൾഡ്. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ, വികാരങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ച് ദാവീദ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്, ഈ ഒരു വലിയ കലാമിറ്റി തൻ്റെ മുന്നിലുണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ പറയാണ്, ഐ വാണ്ട് ടു ബി എ സെപ്പറേറ്റഡ് പേഴ്സൺ. അതെങ്ങനെ
വേണം. വൃതന്മാരോടുകൂടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ഇറ്റ് ഈസ് എ സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം എ arrogant man, but is coming from a man who is confident in his faith. അവൻ്റെ വിശ്വാസത്തിൽ അവർ വളരെ ഉറപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇവരോടൊപ്പം ഇരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരോട് കൂടെ ഇരിക്കുകയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, we need to have a separated life. We need to have a separation. സർറണ്ടർഡ് ലൈഫ്. അതുമാത്രമല്ല, ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. 5-ാമത്തെ വാക്യം. ദാറ്റ് ഷോസ് എ സാങ്ക്ടിഫിക്കേഷൻ അല്ലേ? അവിടെ പറയുന്നത് എന്താണ്? ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, പകച്ചിരിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക്, ഐ ഹേറ്റ് ദി അസംബ്ലി ഓഫ് ഈവിൾ ഡോർസ്. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാരെ ഞാൻ എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു. ആൻഡ് ഐ വിൽ നോട്ട് സിറ്റ് വിത്ത് ദ വിക്കഡ്. ഈ ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സാങ്ക്ടിഫൈഡ് ലൈഫ്. വിശുദ്ധിയുടെ ജീവിതം. വേർപാടും വിശുദ്ധിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. വേർപാടെന്ന് പറയുന്നത് കീപ്പിംഗ് എവേ ഫ്രം സംതിങ് ഈവിൾ, നമ്മെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന് അശുദ്ധമായ ദൈവസന്നിധിയിൽ അശുദ്ധമായതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. സാങ്ക്ടിഫൈ മീൻസ് പ്യൂരിഫൈങ് അവർ സെൽഫ്. ഓരോ സമയത്തും എന്നെ തന്നെ ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്നതാണ് ഈ സാങ്ക്ടിഫൈഡ് ലൈഫ്. അപ്പോൾ ഈ സങ്കീർത്തനം പറയുന്ന 2-ാമത്തെ ജീവിതം, ദ സറണ്ടർഡ് ലൈഫ്, ദൈവം മുമ്പാകെ ഏൽപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം എന്താണ്? ഇറ്റ് ഈസ് ലെഡ് ബൈ എ സ്റ്റാൻഡേർഡ്. അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് ലെഡ് ബൈ എ സെപ്പറേഷൻ ദാറ്റ് ഈസ് ഫ്രം ദിസ് വേൾഡ്, ആൻഡ് ദാറ്റ് ഈസ് എ സാങ്ക്ടിഫൈഡ് ലൈഫ്. വിശുദ്ധിയുടെ ഒരു ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ അനുഭവങ്ങൾ കാത്തു സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ഈ സങ്കീർത്തനം ഓർപ്പിക്കുന്ന 1-ാമത്തെ ജീവിതം, an examined life. എപ്പോഴും പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം. 2, a life that is always surrendered to the Lord. ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം. 3-ാമത്തെ അനുഭവമാണ് അതിൻ്റെ അവസാനത്തിങ്കിലെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇറ്റ് ഈസ് എ ലൈഫ് വിത്ത് ഫോക്കസ്. വളരെ കൃത്യതയോടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും മനസ്സിലാക്കി, പ്രൈസ് ദി ലോർഡ്, എ ലൈഫ് ദാറ്റ് ഈസ് വെരി ഫോക്കസ്ഡ്. എങ്ങോട്ടാ ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം. അത് അതിൻ്റെ 1-ാമത്തെ കാര്യം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന്. ഇറ്റ് ഈസ് എ പബ്ലിക് പ്രൊക്ലമേഷൻ. ആരെ കേൾപ്പിക്കണം? എന്നെ കേൾപ്പിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള ആൾ കേൾക്കണം. എന്ത് കേൾക്കണം? എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രസ്വരം. ഇറ്റ് ഈസ് റൈറ്റ്ലി ദി പബ്ലിക് പ്രൊക്ലമേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. എൻ്റെ ജീവിതത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഞാൻ ഒരാളോട് കൂടുമ്പോൾ, ഒരാളുടെ അടുക്ക് ചേരുമ്പോൾ, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ, എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ എൻ്റെ അധരത്തിൽ നിന്ന് എന്താ പുറപ്പെട്ടു വരുന്നത്? സ്തോത്രസ്വരം മറ്റൊരാളെ കേൾപ്പിക്കുകയാണ്. മറ്റൊരാൾ ഈ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ നാവിലൂടെ കേൾക്കുകയാണ്. അല്ല, നിന്റെ അത്ഭുത പ്രവൃത്തികളെയും വർണ്ണിക്കുകയാണ്. ദൈവം ചെയ്ത മിറക്കിൾസ്, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മറ്റൊരാളോട് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എ ലൈഫ് ദാറ്റ് ഈസ് ഫോക്കസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ലൈഫ് വിത്ത് എ മിഷൻ. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ഒരു ദൗത്യവുമായിട്ടായിരിക്കുകയാണ്. നമ്മൾ വെറുതെ ജീവിക്കാനായി ദൈവം ആരെയും കണ്ടിട്ടില്ല. വി ആർ നോട്ട് ചൂസൺ ടു ജസ്റ്റ് ലീവ് ആൻഡ് ഫിനിഷ് അവർ ലൈഫ്. ഈ ലോകത്തിൽ വെറുതെ ജീവിച്ച് അവസാനിപ്പിക്കാനായി ദൈവം ആരെയും കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. വി ആർ എൻട്രസ്റ്റഡ് വിത്ത് എ മിഷൻ. അതെന്ത് മിഷനാണ്? നമ്മുടെ അധരത്തിലൂടെ മറ്റൊരാൾ ആ സ്തോത്രസ്വരം കേൾക്കുകയും ദൈവം നമ്മൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ മറ്റൊരാൾ അറിയുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പനി മാറിയതല്ല നമ്മുടെ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗം മാറിയതല്ല നമ്മുടെ അത്ഭുതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത്, പാപത്തിൽ കിടന്ന എന്നെ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന എന്നെ ദൈവം നിത്യ സ്വർഗത്തിലേക്ക്, എന്നെ നിത്യതയിലേക്ക് എത്തിച്ചു. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഹാപ്പൻ
happened in my life. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം, ഞാനൊരു പാപിയായിരുന്നു. ഈ പാപത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു, എന്നെ വിടുവിച്ചു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. That is the ever and ever greatest miracle happened in my life. എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിന്. Praise the Lord. This is the focus of our life. എവിടെ ചെന്നാലും, ഏത് മണ്ഡലത്തിലായാലും, എവിടെയായിരുന്നാലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, praise the Lord, hallelujah, we are the living testimonies. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ടാണ് hallelujah ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഇന്ത്യയിൽ റോമൻ കാത്തോലിസിസം ഏറ്റവും കൂടുതൽ വർദ്ധിക്കാൻ, ഇന്ത്യയിൽ നിന്നല്ല ലോകമെമ്പാടും, ആക്ച്വലി അവരുടെ ഈ അവരുടെ പ്രീസ്ലി ക്ലാസ് അല്ല ഇതൊന്നും എന്ത് ചെയ്തത്, പലയിടത്തോട്ടും പ്രചരിപ്പിച്ചത്. കച്ചവടത്തിന് വരുന്നവർ കച്ചവടം ചെയ്യുന്നതിനൊപ്പം തന്നെ അവരെന്തും പറയും, they will share the gospel. Praise the Lord. ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസുകാരനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വാസ്കോ ഡി ഗാമ. ഈസ് ഇറ്റ് റൈറ്റ്? വാസ്കോ ഡി ഗാമ, he was not simply a person who just came for doing some business. അദ്ദേഹം വന്നത്, he brought his faith also. തൻ്റെ വിശ്വാസം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല, but he came with a mission. അദ്ദേഹം കച്ചവടമാണ് തൻ്റെ പരിപാടിയെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? He is working with his mission, exposing his faith. മറ്റുള്ളവരോട് പറയുക. Praise the Lord. അങ്ങനെയാണ് ലോകത്തിലെ പല ഇടങ്ങളിലേക്കും ഇത് വ്യാപിച്ചത്. They have various other strategies, that is, I don't want to disclose it now, but at least they were very focused. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മളെ UAയിലോ ഇന്ത്യയിലോ അമേരിക്കയിലോ എവിടെ ദൈവം ആക്കി വച്ചിരുന്നാലും, praise the Lord, it is not just to live there, but we are entrusted with a God's mission. ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുക എന്ന് പറഞ്ഞാൽ പരസ്യയോഗത്തിന് പോവുക, സംസാരിക്കുക, ട്രാക്ട് വിതരണം ചെയ്തൊന്നും, ദാറ്റ് ഈസ് ഒക്കെ അനദർ പാർട്ട് ഓഫ് ദിസ് ഓൾ മിനിസ്ട്രീസ്. ബട്ട് അതിനെക്കാട്ടിലുപരിയായി സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന്, when we open our mouth, we are exclaiming or we are giving the voice of the Lord. സ്തോത്രസ്വരം കേൾപ്പിക്കുകയാണ്. മാത്രവുമല്ല, സ്തോത്രസ്വരം കേൾപ്പിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ വർണ്ണിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ച് നിർത്താനായിട്ട് പോവുകയാണ്. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു, യഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലയം വെക്കുന്നു. 2ാമത്തെ ഫോക്കസ്, ഇറ്റ് ഈസ് അബൌട്ട് അവർ പേഴ്സണൽ പ്യൂരിറ്റി, നമ്മുടെ സ്വയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, ഹല്ലേലൂയ, ഓ ലോർഡ് ഐ ലവ് ടു ബി habitation of your, 7ാമത്തെ വാക്യം, that I may proclaim with the voice of thanksgiving and declare all your wonders. Next, oh Lord, I love the habitation of your house and the place where your glory dwells. Do not take my soul away along with the sinners. Praise the Lord. 6th, ഇംഗ്ലീഷിൽ 6ാമത്തെ വാക്യം, I shall wash my hands in innocence and I will go about your altar, O Lord. Praise the Lord. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ അശുദ്ധി കടന്നു വരാം, എന്നാൽ ആ അശുദ്ധിയുടെ നടുവിൽ വിശുദ്ധിയോടെ നിൽക്കാനായിട്ട് കർത്താവ് നമ്മെ ഒരുക്കിയിരിക്കുകയാണ്. The very focus is mission and of course the purity, the personal purity that we need to keep. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഫോക്കസ്. ഇതിനെ തകർക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. നമ്മുടെ പ്യൂരിറ്റി തകർക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. 2, നമ്മുടെ മിഷനിൽ നിന്ന് തെറ്റിക്കാനാണ് പിശാച് പലപ്പോഴും ശ്രമിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ദേശത്ത് നാം ആയിരിക്കുമ്പോൾ, ഈ ആണ്ടിൻ്റെ അവസാനത്തെ സഭായോഗത്തിൽ നാം വന്നു ചേർന്ന് നിൽക്കുമ്പോൾ, ഐ നീഡ് ടു ബി മോർ ഫോക്കസ്ഡ് അബൌട്ട് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് നല്ല വ്യക്തത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ജീവിക്കുക, ഇവിടെ
അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക, തീർക്കുക എന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം, അത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനായി ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളൊന്ന് തയ്യാറാകട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. In the Psalms it clearly shows the three kind of life. ഒന്ന്, the examined life. രണ്ട്, hallelujah, the surrendered life. മൂന്ന്, the very focused life. അത് നേടിയെടുക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കും.